മലമ്പുഴയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ നിലപാട് വ്യക്തമാക്കി മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ മകൻ വി. അരുൺകുമാർ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെക്കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ലെന്നാണ് അരുൺ മാധ്യമങ്ങളോട് പറഞ്ഞത്. തങ്ങൾ എന്നും പാർട്ടി കുടുംബമാണെന്നും ഇതുവരെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എനിക്കറിയില്ല, ഞാൻ കേട്ടില്ല. സുരേഷ് മത്സരിക്കുന്നുണ്ടോ? അനൗൺസ് ചെയ്തോ? അനൗൺസ് ചെയ്തിട്ടില്ല. അറിയാൻ വേണ്ടി ചോദിച്ചാൽ UDF-ന്റെ പുള്ളി സ്വതന്ത്ര സ്ഥാനാർത്ഥി UDF സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നുള്ള റൂമേഴ്സ് ഉണ്ട്. എനിക്കറിയില്ല അത്. താല്പര്യമുണ്ടോ? നമ്മളെല്ലാം രാഷ്ട്രീയ കുടുംബമല്ലേ. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാണ്. ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ അതിനെപ്പറ്റി ഒന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല. ഇപ്പൊ EMSന്റെ മകൻ സീതൻ അടക്കം മത്സരിച്ചൊരു ചരിത്രം കേരളത്തിലുണ്ട് CPM. ഇപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ചാൻസ് വരികയാണ്. പാർട്ടി അങ്ങനെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു പാർട്ടി അംഗം നിലക്ക് അത് അംഗീകരിക്കില്ല. നമ്മൾ പാർട്ടി കുടുംബമാണല്ലോ. പാർട്ടി പറയുന്നതാണ് നമുക്ക് എന്നും പ്രധാനം. പാർട്ടിയുടെ തീരുമാനം അനുസരിക്കുമെന്നും അരുൺ കൂട്ടിച്ചേർത്തു. ഇതുവരെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ഒന്നും ആലോചിച്ചിട്ടില്ല. ഞങ്ങളൊരു പാർട്ടി കുടുംബമാണ്. സുരേഷാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്ന വാർത്ത ഞാൻ കേട്ടില്ല. അതൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ്. ഞാനിപ്പോൾ ജോലി ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇതുവരെ അതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല. പാർട്ടി പറയുന്നതാണ് ഞങ്ങൾക്ക് എന്നും പ്രാധാന്യം, അരുൺ വ്യക്തമാക്കി. വി.എസ്. അച്യുതാനന്ദന്റെ PA ആയിരുന്ന A. സുരേഷ് മലമ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് വാർത്തകൾ വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് മലമ്പുഴയിൽ അരുണിനെ സ്ഥാനാർത്ഥിയാക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചത്. നിലവിൽ UDF-ന് വേരോട്ടം കുറവുള്ള മണ്ഡലമാണ് മലമ്പുഴ. വി.എസ്. അച്യുതാനന്ദൻ വിജയിച്ച അവസാന തെരഞ്ഞെടുപ്പായ 2016-ൽ കോൺഗ്രസിന് ഇവിടെ 35,333 വോട്ടുകളാണ് ലഭിച്ചത്. A. പ്രഭാകരൻ വിജയിച്ച കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 35,444 വോട്ടും. 2 തവണയും പാർട്ടി BJPക്ക് പിന്നിലായി 3-ാം സ്ഥാനത്താണ് എത്തിയത്.